എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു. ചെല്ലാനം, കണ്ണമാലി, വായ്പിൻ, നായരമ്പലം, ഞാറക്കൽ തുടങ്ങിയ ഇടങ്ങളിലാണ് കടൽക്ഷോഭം നാശം വിതയ്ക്കുന്നത്. ജിയോ ബാഗുകൾ തകർത്തെറിഞ്ഞാണ് കടൽക്ഷോഭം. നായരമ്പലത്ത് നിന്ന് സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നായരമ്പലം പുത്തൻ കടപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിശക്തമായ കാറ്റാണ് ഇവിടെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ടാണ് തിരമാലകൾ ഈ തീരത്തേക്ക് ഒരുപാട് അടിച്ചു കയറാത്തത്. പക്ഷേ അല്പസമയം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ വേലിയേറ്റം രൂക്ഷമാകും. അതിനുശേഷം തീരത്തേക്ക് കടൽ ആഞ്ഞ് കയറുകയും ചെയ്യും. ഇപ്പോൾ ഈ കാണുന്നത് ജിയോ ബാഗുകൾ തകർന്നു കിടക്കുന്ന കാഴ്ചയാണ്. ഇവിടെ നേരത്തെ ബോട്ടുകൾ അടുപ്പിക്കുന്ന സ്ഥലമായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൽഭിത്തികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കൽഭിത്തി നിർമ്മിച്ചിരുന്നു. അത് തകർന്ന് അടിഞ്ഞുപോയി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ കൽഭിത്തികളെല്ലാം തകർന്നു കിടക്കുന്നത്. അതിനുശേഷമാണ് ജിയോ ബാഗ് നിർമ്മിച്ചത്. ജിയോ ബാഗ് ഈ ഉയരത്തിൽ, ഒരാൾ പൊക്കം ഉയരത്തിൽ ജിയോ ബാഗ് നിർമ്മിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക്, അതായത് ഇത്രയും മാത്രം ഉയരത്തിൽ ജിയോ ബാഗ് വന്നിരിക്കുന്നു. ഇതിന് പിന്നിലെല്ലാം വീടുകളാണ് കാണുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? കഴിയാതൊന്നും വൃത്തിയില്ല. വെള്ളം കയറുമ്പോൾ വേണ്ട കയറി കിടക്കണീക്കാണ്. ആകെ കയറി ഒരു പെരയിലും എല്ലാം കയറി കിടക്ക. ഞങ്ങൾ വേറെ എങ്ങും പോകാമെന്നും വൃത്തിയില്ല. ഇതിൽ നിന്ന് കിട്ടിയിട്ട് കഴിയണ ആളാണ് ഞങ്ങൾ. അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ജീവിതം ഞങ്ങളുടെ, ഇത്രേ പറയാനുള്ളൂ. ഇവിടെ ഈ JCB ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ മണൽത്തിട്ടയൊക്കെ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിന് ഒപ്പമാണ് ഈ കടൽക്ഷോഭം രൂക്ഷമായത്. അതേ തുടർന്ന് ആ നിർമ്മാണം പകുതി വഴിക്ക് പണി ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ജിയോ ബാഗ് തകർന്നു പോയല്ലേ? എത്ര നാളെ ജിയോ ബാഗ് വെച്ചിട്ട്? ജിയോ ബാഗ് വെച്ചിട്ട് ഇപ്പോൾ 1 വർഷം, 6 മാസം നിൽക്കുള്ളൂ ഈ സാധനം. അത് കഴിഞ്ഞാൽ ഈ സാധനം കടൽ ദ്രവിച്ചു പോവുകയാണ്. ഉപ്പ് കാറ്റും ഈ മണ്ണൊക്കെ അടിച്ച് വെയിലും കൊണ്ട് ദ്രവിച്ചു പോവുകയാണ്. വേലിയേറ്റം രൂക്ഷമായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. ഈ തൊട്ടടുത്ത് കാണുന്ന അമ്പലത്തിന്റെ ഒക്കെ ഭിത്തി കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ തകർന്നു പോയതാണ്. ഈ ഭിത്തി തകർന്നു വീണ് ഈ ജിയോ ബാഗ് നിൽക്കുന്നത് കൊണ്ടാണ് അമ്പലം തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാം. അതല്ലെങ്കിൽ അമ്പലത്തിന്റെയും കാര്യം പിന്നീട് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി മാറും. എന്തായാലും അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ഈ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. ടെട്രാപോഡ് അടക്കമുള്ള എന്തെങ്കിലും തരത്തിൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ കടൽക്ഷോഭത്തെ തടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്തായാലും ജിയോ ബാഗ് കൊണ്ട് കാര്യമില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ക്യാമറാമാൻ ശ്രേയസിനൊപ്പം സൈഫുനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.